ഹായ്, ഞാൻ സരിദാസി നായർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. കഴിഞ്ഞ കുറച്ച് വീക്സിലായിട്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലസ്റ്റർ സിയിൽ ഉൾപ്പെടുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഡിസ്കസ് ചെയ്യാം. ക്ലസ്റ്റർ സിയിൽ പൊതുവേ കാണുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ, അവർ വളരെയധികം ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു നേച്ചറുള്ള ആളുകളായിരിക്കും. ക്ലസ്റ്റർ സിയിൽ 3 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് ഉൾപ്പെടുന്നത്. 3ലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ബിഹേവിയർ രീതിയാണ് ഈ ഒരു ആങ്ഷ്യസ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഞാനിവിടെ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി, ക്ലസ്റ്റർ സിയിൽ ഉൾപ്പെട്ട അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുന്ന നേച്ചറുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി സോഷ്യലായിട്ടുള്ള ഒരു സെറ്റിംഗ്, സോഷ്യൽ ഗാദറിങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ആളുകളാണ് ഈ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉൾപ്പെട്ട ആളുകൾ. അവർക്ക് ഈ ഒരു ആൻസൈറ്റി അവരുടെ നേച്ചറിൽ തന്നെയുള്ള, താൻ റിജക്റ്റ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ എന്നെ കൊള്ളാമോ, ഞാൻ അട്രാക്റ്റീവ് അല്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ആൻസൈറ്റി നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനോ പുതിയ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടാനോ ഒന്നും താല്പര്യമില്ലാതെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നത്. സോ പൊതുവെ ഇങ്ങനെയുള്ള ആളുകൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യാറ്. അതിനാണ് താല്പര്യപ്പെടുന്നത്. സോ അത് അവർക്കൊരു ഫിയർ ഓഫ് റിജക്ഷൻ അല്ലെങ്കിൽ ഫിയർ ഓഫ് ഡിസപ്രൂവൽ ഉള്ളത് കൊണ്ടാണ്. അവർക്കതൊന്നും താങ്ങാൻ കഴിയില്ല. ഫിയർ ഓഫ് ക്രിറ്റിസിസം, ഇതൊക്കെയാണ്, അവർക്കതൊന്നും താങ്ങാൻ കഴിയില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം അവർ ഒഴിവാക്കാൻ ശ്രമിക്കും. പുതിയൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി ഫണ്ണാക്കുമോ, അല്ലെങ്കിൽ ഒരു എംബ്രാസ്മെൻറ്റ് ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു പേടി, ഫിയർ ഓഫ് ഡിസപ്രൂവൽ ഇതുള്ളതുകൊണ്ട് പുതിയ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ അവർ താല്പര്യപ്പെടില്ല. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. സോഷ്യൽ ഗാദറിങ്സ് ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊട്ടും ഗുഡ് ഇനഫ് അല്ല, ഒട്ടും അട്രാക്റ്റീവ് അല്ല, എൻ്റെ ആളുകളിൽ റിജക്റ്റ് ചെയ്യും എന്നുള്ളൊരു മുൻധാരണ, ഒരു ആൻസൈറ്റിയാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഐസൊലേറ്റ് ചെയ്യപ്പെടും. അവരാളുകളെ പുതിയതായിട്ട് മീറ്റ് ചെയ്യാനോ, ഫ്രണ്ട്സിനെ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ, അതുപോലെ മറ്റുള്ള ആളുകളോട് ഡീല് ചെയ്യേണ്ട അവസരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരുന്ന സോഷ്യൽ മീറ്റിങ്സ് വേണ്ട അവസരങ്ങൾ, സോഷ്യൽ ഗാദറിങ്സ്, ഇതെല്ലാം ഓടി അതിലൊക്കെ ഒരു ഷൈ ആയിട്ട് അവർ മാറും. ഇപ്പോൾ എക്സ്ട്രീംലി ഷൈ ആയിരിക്കും ഉള്ള കാര്യങ്ങൾ, അതിലൊന്നും അവർ താല്പര്യം കാണിക്കാറില്ല. ഇതിനെല്ലാം കാരണം ഈ ഒരു ആൻഷ്യസ് നേച്ചറാണ്. സോ നിങ്ങൾ അങ്ങനെ ഒരു നേച്ചറുള്ള ആളാണെങ്കിൽ, ഒരു അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾക്ക് വളരെ ഫലപ്രദമായി വ്യത്യാസം വരുത്താൻ സാധിക്കുന്നതാണ്. ഇനിയും മറ്റുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.